നമസ്കാരം. ട്രസ്റ്റ് ടോക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പുതുവർഷത്തിന്റെ തുടക്കത്തിൽ 2025 ഒരു പുതിയ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആളുകൾക്കും വളരെ ഉപകാരപ്രദമാകുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 3 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ്. ഇതിൽ ഒന്ന്, ഇന്ത്യയിൽ എങ്ങനെ ഹെൽത്ത് ഇൻഷുറൻസ് ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നു. നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴും ആ ഇൻഡസ്ട്രിയെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. 2, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ ഏത് കമ്പനിയിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാം. 3, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ വിശകലനം ചെയ്യേണ്ട 3 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ എന്തൊക്കെ. ഈ 3 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം നിങ്ങളുടെ എല്ലാ ക്ലെയിമും 100% സെറ്റിൽ ആകുമെന്ന് എൻ്റെ ഉറപ്പ്. സോ എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ക്വിക്ക് ഇൻട്രൊഡക്ഷൻ അബൌട്ട് മൈസെൽഫ്. എൻ്റെ പേര് സനോജ് ലാൽ, സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റ്. ഇൻഷുറൻസിനെ പറ്റിയിട്ടുള്ള എല്ലാ ഇൻഫോർമേഷനുകളും വളരെ ആധികാരികമായി പഠിച്ചും റിസർച്ചും ചെയ്തതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. ട്രസ്റ്റ് ഓഫ് ദ ഇൻഷുറൻസ് മാസ്റ്റർ എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ടു ഗെറ്റ് ദ റൈറ്റ് ഇൻഫോർമേഷൻസ് അറ്റ് റൈറ്റ് ടൈം. Be healthy and wealthy. IRDA ആനുവൽ റിപ്പോർട്ട് 2023-24 പ്രകാരമുള്ള കണക്കുകളും വസ്തുതകളും മാത്രമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം ഹെൽത്ത് ഇൻഷുറൻസ് ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇന്ത്യയിലെ ഓവറോൾ ഇൻഷുറൻസ് ഇൻഡസ്ട്രിയുടെ വളർച്ച, അതായത് ലൈഫ് ഇൻഷുറൻസ് പ്ലസ് നോൺ ലൈഫ് ഇൻഷുറൻസ് പുട്ട് ടുഗദർ 2023-24 കാലഘട്ടത്തിൽ 4% നിന്ന് 3.7% കുറഞ്ഞെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് സെഗ്മെന്റ് വളർന്നത് 19.5%. മാത്രമല്ല, ടോട്ടൽ നോൺ ലൈഫ് ജനറൽ ഇൻഷുറൻസ് കമ്പനിയുടെ പ്രീമിയത്തിൽ 40% പ്രീമിയം കോൺട്രിബ്യൂഷൻ ഉണ്ടായിട്ടുള്ളത് ഹെൽത്ത് ഇൻഷുറൻസ് സെഗ്മെന്റിൽ നിന്നാണ്. സോ ഇത് സൂചിപ്പിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രസക്തിയാണ്. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഭൂരിഭാഗം ആളുകൾക്കുള്ള സംശയമാണ്. ഹെൽത്ത് ഇൻഷുറൻസ് പറ്റിക്കലാണോ, ക്ലെയിം ഒക്കെ കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ടോ? ഇതിനെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. 2023-24 കാലഘട്ടത്തിൽ ഇന്ത്യയിലെ എല്ലാ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളും കൂടിച്ചേർന്ന്, അതായത് പബ്ലിക് സെക്ടർ കമ്പനി, പ്രൈവറ്റ് ജനറൽ ഇൻഷുറൻസ് കമ്പനി, സ്റ്റാൻഡ് അലോൺ ജനറൽ ഇൻഷുറൻസ് കമ്പനി, ഇവ പുട്ട് ടുഗദർ പ്രീമിയം തുകയായി കളക്ട് ചെയ്തത് 1,07,648 കോടി രൂപയാണ്. ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ക്ലെയിമായി കൊടുത്തത് 83,493 കോടി രൂപയും, അതായത് 88.15% ക്ലെയിമായിട്ട് കൊടുത്തു. ഇതിനർത്ഥം ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം എല്ലാം പ്രോപ്പറായിട്ട് സെറ്റിൽ ചെയ്യുന്നു എന്നല്ലേ. അല്ലെങ്കിലും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം കിട്ടുന്ന കാര്യം നിങ്ങൾ എവിടെയെങ്കിലും പത്രവാർത്തകളിൽ കണ്ടിട്ടുണ്ടോ? ഇൻഷുറൻസ് ക്ലെയിം കിട്ടുന്നില്ല, നിരാകരിക്കുന്നു, ഇങ്ങനെയുള്ള വാർത്തകളാണ് പത്രവാർത്തകളിൽ ഇടം പിടിക്കാറ്. ഇതാണ് വാസ്തവം. അടുത്തതായി, ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ നോക്കേണ്ട പാരാമീറ്റർ എന്താണ്, ഒരു സാധാരണക്കാരന് ഇതെങ്ങനെ സാധ്യമാകും തുടങ്ങിയ കാര്യങ്ങൾ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയെ തിരഞ്ഞെടുക്കാൻ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ആ കമ്പനിയുടെ ICR ആണ്. എന്താണ് ICR? ഇൻകേർഡ് ക്ലെയിം റേഷ്യോ. ഒരു ഇൻഷുറൻസ് കമ്പനി ടോട്ടൽ ഇൻഷുറൻസ് പ്രീമിയം തുക കളക്ട് ചെയ്തതിൽ എത്ര തുക ഇൻഷുറൻസ് ക്ലെയിമായിട്ട് കൊടുത്തു എന്നതിൻ്റെ റേഷ്യോ ആണ് ICR സൂചിപ്പിക്കുന്നത്. പലപ്പോഴും ആളുകൾക്കുള്ള ഒരു സംശയമാണ്, ICRും സെറ്റിൽമെൻറ്റ് റേഷ്യോവും ഒന്നാണോ? അല്ല, ICRും സെറ്റിൽമെൻറ്റ് റേഷ്യോവും രണ്ട് ഡിഫറെൻറ്റ് പാരാമീറ്റർ ആണ്. ICR സൂചിപ്പിക്കുന്നത് ടോട്ടൽ എത്ര തുക ക്ലെയിമായിട്ട് കൊടുത്തു എന്നതിനാണ്. സെറ്റിൽമെൻറ്റ് റേഷ്യോ സൂചിപ്പിക്കുന്നത് എത്ര ഇൻഷുറൻസ് ക്ലെയിം കൊടുത്തു എന്നതിനാണ്. അതായത് ഉദാഹരണത്തിന് 10 ക്ലെയിമാണ് വന്നതെങ്കിൽ ഈ 10 ക്ലെയിമിൽ എത്ര ക്ലെയിം കൊടുത്തു എന്നതിനെയാണ് സെറ്റിൽമെൻറ്റ് റേഷ്യോ സൂചിപ്പിക്കുന്നത്. സോ എൻ്റെ പേഴ്സണൽ റെക്കമെൻഡേഷൻ, നിങ്ങൾ നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി തിരഞ്ഞെടുക്കുമ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് സെറ്റിൽമെൻറ്റ് റേഷ്യോ ആ കമ്പനിയുടെ ICR ഇൻകേർഡ് ക്ലെയിം റേഷ്യോ ആണ് നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. പബ്ലിക് സെക്ടർ ഇൻഷുറൻസ് കമ്പനി, അതായത് ന്യൂ ഇന്ത്യ ഇൻഷുറൻസ്, യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് തുടങ്ങിയ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ, പ്രൈവറ്റ് ജനറൽ ഇൻഷുറൻസ് കമ്പനി ലൈക്ക് HDFC ERGO, ICICI Lombard തുടങ്ങിയ ഇൻഷുറൻസ് കമ്പനികൾ, സ്റ്റാൻഡ് അലോൺ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾ, മണിപ്പാൽ സിഗ്ന, സ്റ്റാർ ഹെൽത്ത് തുടങ്ങിയ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾ, ഇവിടെയെല്ലാം ICR സെയിം ആണോ? അല്ല, ഇവയുടെ എല്ലാം ICR ഡിഫറെൻ്റ് ആണ്.
ഇതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. പബ്ലിക് സെക്ടർ ഇൻഷുറൻസ് കമ്പനികളുടെ 2023-24 കാലഘട്ടത്തിലെ ICR 103.38%. പ്രൈവറ്റ് സെക്ടർ ഇൻഷുറൻസ് കമ്പനികളുടെ ICR 88.71%. സ്റ്റാൻഡ് അലോൺ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുടെ ICR 64.71%. സോ ഓവറോൾ ICR ഇൻ ഓൾ ദിസ് സെഗ്മെന്റ് put together 88.15% ആണ്. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും പബ്ലിക് സെക്ടർ ഇൻഷുറൻസ് കമ്പനികളുടെ ICR 103% എങ്ങനെ വരുന്നു. ഇതിനർത്ഥം 100 രൂപ പ്രീമിയം തുക കളക്ട് ചെയ്തതിൽ 103 രൂപ ഇൻഷുറൻസ് ക്ലെയിം ആയിട്ട് കൊടുത്തു എന്നല്ലേ. ഇതിനർത്ഥം ക്ലെയിം സെറ്റിൽമെന്റ് നടക്കുന്നുണ്ടെങ്കിലും ഇൻഷുറൻസ് കമ്പനികൾ നഷ്ടത്തിലല്ലേ. തീർച്ചയായും ഈ ഇൻഷുറൻസ് കമ്പനികൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ട്ഫോളിയോ ബിസിനസ് ചെയ്യുന്നത് നഷ്ടമാണ്. ഇത് ഒരു സാധാരണക്കാരന് എങ്ങനെ ബാധിക്കുന്നു? ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ട്ഫോളിയോ നഷ്ടത്തിലായതിനാൽ എല്ലാ വർഷവും ആനുപാതികമായിട്ട് ഇൻഷുറൻസിൽ പ്രീമിയം വർധനവ് വരുത്താനുള്ള ചാൻസ് കൂടുതലാണ്. ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓരോ സെഗ്മെന്റ്, പ്രൈവറ്റ് ജനറൽ ഇൻഷുറൻസ് കമ്പനി, സ്റ്റാൻഡ് അലോൺ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി തുടങ്ങിയ സെഗ്മെന്റ്സിലുള്ള ICR ആണ്. ഇനി ഓരോ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെയും ICR നമുക്കൊന്ന് മനസ്സിലാക്കാം. പബ്ലിക് സെക്ടറായ ദ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ 2023-24 ICR 105.87%. നാഷണൽ ഇൻഷുറൻസ് കമ്പനി ICR 90.83%. ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി 101.96%. പ്രൈവറ്റ് ജനറൽ ഇൻഷുറൻസ് കമ്പനിയായ HDFC എർഗോന്റെ ICR 80.98%. ICICI ലൊംബാർഡ് 78.85%. ടാറ്റ AIG 77.94%. നെക്സ്റ്റ് സ്റ്റാൻഡ് അലോൺ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസ് ആണ്. സ്റ്റാർ ഹെൽത്ത് ഗോട്ട് ആൻ ICR of 66.47%. നിവ ബൂബ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി 59.02%. കെയർ ഹെൽത്ത് ഇൻഷുറൻസ് 57.69%. മണിപ്പാൽ സിഗ്ന 63.78% ആൻഡ് ആദിത്യ ബിർള 68.31%. റീറ്റെയിൽ ഇൻഡിവിജ്വൽ പോളിസിയുടെ ആവറേജ് ഇൻഡസ്ട്രിയൽ ICR എന്ന് പറയുന്നത് 75%. അതുകൊണ്ട് നിങ്ങൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും ICR 60%-നും 80%-നും ഇടയിലുള്ള ഒരു ഇൻഷുറൻസ് കമ്പനി തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. ദിസ് ഇസ് മൈ പേഴ്സണൽ റെക്കമെൻഡേഷൻ. അവസാനമായി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ ഒരു കമ്പനി നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 3 ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ. ഇത് മനസ്സിലാക്കിയാൽ ഒരു ഇൻഷുറൻസ് ക്ലെയിമും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. ഇതിൽ ഫസ്റ്റ് പോയിന്റ്, പ്രൊപ്പോസൽ ഫോം കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ് പാസ്റ്റ് ഇൻഫോർമേഷൻസ്, എനി സർജറി ഡീറ്റെയിൽസ്, എനി മെഡിക്കേഷൻ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് പ്രൊപ്പോസൽ ഫോമിൽ ഉൾപ്പെടുത്തുക. 2, സെലക്ഷൻ ഓഫ് എ റൈറ്റ് കമ്പനി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ICR പാരാമീറ്ററുകൾ നോക്കി നിങ്ങൾ ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയെ സെലക്ട് ചെയ്യുക. 3, ചൂസിങ് എ റൈറ്റ് ഇന്റർമീഡിയറി ഓർ ആൻ ഏജന്റ്. ഇൻഷുറൻസ് ഒരു പ്രോഡക്റ്റ് അല്ല, ഓൾ അബൌട്ട് സർവീസ് ആണ്. നിങ്ങൾക്കൊരു പ്രൊപ്പോസൽ ഫോം ഫില്ല് ചെയ്യുന്ന അവസ്ഥ തൊട്ട് ഒരു ക്ലെയിം ഉണ്ടായാൽ നിങ്ങളുടെ കൂടെ നിന്ന് ആ ക്ലെയിമിന് വേണ്ട സപ്പോർട്ട് ചെയ്യാൻ ഉറപ്പുള്ള ഒരു ഇന്റർമീഡിയറ്റ് മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ സെലക്ട് ചെയ്യുന്നതിനും ഇൻഷുറൻസിനെ പറ്റിയിട്ടുള്ള ഏത് സംശയ നിവാരണങ്ങൾക്കും നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നത്, വാട്സപ്പ് ചെയ്യാവുന്നതാണ്. വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ഓർമ്മപ്പെടുത്തൽ, ഇൻഷുറൻസ് ഈസ് എ സബ്ജക്ട് മാറ്റർ ഓഫ് സോളിസിറ്റേഷൻ. ഏതൊരു ഇൻഷുറൻസ് പ്രോഡക്റ്റ് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പും ആ പ്രോഡക്ട്സിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വ്യക്തമായിട്ട് വായിച്ചു മനസ്സിലാക്കുക. അതുപോലെ തന്നെ ട്രസ്റ്റ് ടോക്ക് എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദി ചാനൽ ടു ഗെറ്റ് ദ റൈറ്റ് ഇൻഫോർമേഷൻസ് അറ്റ് റൈറ്റ് ടൈം. ഇനി അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നവരെ ഐ ആം സൈനിങ് ഓഫ്, സനോജ് ലാൽ.